ശരീഅത്തിന്റെ നിയമത്തെ തള്ളിപ്പറയാൻ ആർക്കും അവകാശമില്ല. അള്ളാഹുവിന്റെ നിയമമാണ്. ആ നിയമത്തെ തള്ളിപ്പറയാൻ ആർക്കും അവകാശമില്ല. ഉലമാക്കളെ തള്ളിപ്പറയാനും കുറ്റം പറയാനും ഒരു വ്യക്തികൾക്കും ഇവിടെ ലോകത്ത് ആർക്കും അള്ളാഹു തആല അനുവാദം കൊടുത്തിട്ടില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു ആദരിക്കും, അള്ളാഹു സ്നേഹിക്കും, അള്ളാഹു ബഹുമാനിക്കും. അതൊക്കെ ചാനലിൽ ചർച്ച കിട്ടുമ്പോൾ കയറി അങ്ങോട്ട് പരസ്യം അങ്ങോട്ട് പറയലല്ല വേണ്ടത്. മദ്രസ പണ്ഡിതന്മാരെ ഉലമാക്കളെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്ത് മുസ്ലിം? അവന്റെ മുഖം നാളെ കറുത്ത് കരിവളിച്ചിരിക്കും. ഖുർആന്റെ വാക്കായി മുഖം കറുത്ത് കരിവളിച്ചിരിക്കും. പരിശുദ്ധ ഖുർആനല്ലേ? ആരാ ഇതിന്റെ രചയിതാവ്? ചിന്തിച്ചുകൂടെ? ആരാ ഇത് പഠിപ്പിച്ചത്? സ്വർഗത്തെ പരിചയപ്പെടുത്തി നരകത്തെ പരിചയപ്പെടുത്തി ഖുർആനാണ്. ആരെങ്കിലും എഴുതിയതാണോ? നമുക്കിവിടെ ക്രിസ്ത്യാനികളെ പോലെ പുതിയ ഖുർആനും പഴയ ഖുർആനൊന്നും ഇല്ലല്ലോ. പുതിയ നിയമം പഴയ നിയമം നമുക്കിവിടെ ഇല്ലല്ലോ. ഇവിടെ വൈരുദ്ധ്യങ്ങളില്ലല്ലോ. ഇത് ആരും രചിച്ചതല്ലോ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ ഘട്ടം ഘട്ടമായി അല്ലാഹു തആല അറിയിച്ച ഖുർആനാണ്. ആ ഖുർആന്റെ വാക്കുകളാണ്. ആ ഖുർആൻ പഠിച്ചുകൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾ ഇസ്ലാമിനെ തഴുകിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പാശ്ചാത്യന്മാർ ഇസ്ലാമിനെ വളരെ മോശമായി നികൃഷ്ടമായി തള്ളിപ്പറഞ്ഞ വ്യക്തി, ഇസ്ലാമിന് എതിരെ ശക്തമായി രംഗത്തേക്ക് വന്ന വ്യക്തി ഇന്ന് പരിശുദ്ധമായ മസ്ജിദുൽ നബവിയിലാണ്, പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലാണ് അദ്ദേഹം. അല്ലാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. അല്ലാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിച്ചു. ആ ഒരു ബോധം പോലും നമ്മുടെ മുസ്ലിം കുടുംബത്തിലെ ഈ ശൈത്താന് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാമിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറയാണ്. ന്യായമില്ലാത്ത വാക്ക്. അതുകൊണ്ട് അവരുടെ മുഖം നാളെ കറുത്ത് കരിവാണ്. അല്ലാഹു പറഞ്ഞ വാക്കാണ്. അതേപോലെ അവിടെ മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടുന്നത്, ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് ഒളിച്ചോടുന്നു, കുഫറിലേക്ക് ഒളിച്ചോടുന്നു. എന്നിട്ട് പോയിട്ട് തള്ളിപ്പറയും, ഞാൻ എന്നെ കൊല്ലാൻ, എന്നെയും എന്റെ കാമുകനെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ വാപ്പ എന്റെ ഉമ്മയാണെന്ന്. 10, 18 വർഷം 20 വർഷമൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഈ മോള് പറയാണ്, എന്നെയും എന്റെ ചേട്ടനെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന എന്റെ വാപ്പയാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ശരീഅത്തിനെ തള്ളിപ്പറയലെന്ന് ആലോചിച്ചു. 10, 18, 19, 20 വർഷം കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പാക്ക് ഉമ്മാക്ക് വല്ല സ്ഥാനമുണ്ടോ? ആ ഉമ്മയോട് വാപ്പയോട് കരുണയുണ്ടോ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന് വേണ്ടി ചോദിക്കാൻ, കരുണയ്ക്ക് വേണ്ടി ചോദിക്കാൻ ആരോടാണ് പഠിപ്പിച്ചത്? ആർക്ക് വേണ്ടിയാണ് പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആനിൽ എല്ലാവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫഖുൽ, നീ ദുആ ചെയ്യണേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ദുആ ചെയ്യണേ മക്കളെ, നിങ്ങൾ ദുആ ചെയ്യണേ മക്കളെ. നിന്റെ ഉപ്പാക്ക് വേണ്ടി, നിന്റെ ഉമ്മാക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. കരുണയാണ് അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചത്. ആ കരുണയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചത്. കാരണം ചെറുപ്പത്തിൽ നമ്മളോട് കരുണ കാണിച്ചത് നമ്മുടെ ഉമ്മയാണ്. നമുക്ക് വേണ്ടി നൊന്ത് പ്രസവിച്ചത് ഉമ്മയല്ലേ? നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ആ ചുമട് ചുമന്നത് ഉമ്മയല്ലേ? നമുക്ക് വേണ്ടി ഭക്ഷണം മുടക്കി എത്രയോ ദിവസം പട്ടിണി കിടന്നത് ഉമ്മയല്ലേ? തന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന കുഞ്ഞു പൈതൽ, ആ പൈതലിന്റെ രോഗത്തിന് വേണ്ടി, ആ പൈതലിന്റെ സുഖത്തിന് വേണ്ടി സകലമാന ത്യാഗങ്ങളും വിഷമങ്ങളും സഹിച്ചത് പൊന്നുമ്മയല്ലേ? പൊന്നുമ്മയല്ലേ? വളരെ നൊന്ത് പ്രസവിച്ച ആ ഉമ്മ 2 വർഷക്കാലത്തോളം നിനക്ക് വേണ്ടി പാല് നൽകുന്ന ആ പൊന്നുമ്മ, തീർന്നില്ല നിനക്കൊരു വിവരവും ബോധവും എത്തുന്നത് വരെ ആ ഉമ്മ നിന്റെ താങ്ങും തണലുമായി നിന്നോടൊപ്പം സഞ്ചരിച്ചില്ലേ? വാപ്പ അങ്ങാടിയിലേക്ക് പോകുമ്പോ നിന്റെ കുഞ്ഞിളം കൈക്ക് പിടിച്ചിട്ടല്ലേ പോകാറുള്ളത്? ആ വാപ്പയുടെ മുഖത്തേക്ക് നീ നോക്കിയിട്ട്, ഉപ്പ എനിക്ക് ഇന്ന മിഠായി വേണം, ഉപ്പ എനിക്ക് ഇന്ന വസ്ത്രം വേണം, ഉപ്പ എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണം എന്നൊക്കെ പറയുമ്പോ ആ ഉപ്പായും ആ ഉമ്മായും എത്ര പട്ടിണിയാണെങ്കിലും എത്ര കടത്തിലാണെങ്കിലും തന്റെ കുഞ്ഞുമക്കൾക്ക് ആ വിഷമവും ദുഃഖവും അറിയിക്കാതെ അവരെത്ര കടം വാങ്ങിയിട്ടും നിന്നെ ആശ്വസിപ്പിച്ച വാപ്പയല്ലേ? നിന്നെ സന്തോഷിപ്പിച്ച ഉമ്മയല്ലേ? ആ ഉമ്മയോടും ഉപ്പയോടും കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടാണ് പെൺമക്കളെ. 18ഉം 20ഉം വർഷവും നിന്നെ പൊന്നുപോലെ കൈവെള്ളയിൽ കൊണ്ട് നടന്നിട്ട് കേവലം ഒരു 10 ദിവസത്തെയോ 1 വർഷത്തെയോ പരിചയത്തിന്റെ പേരിൽ ഇസ്ലാമിക ആദർശം പോലും വകവെക്കാതെ ശരീഅത്തിനെ പോലും തള്ളിക്കളഞ്ഞിട്ട് ആ മുസ്ലിമീങ്ങളോടൊപ്പം ഒളിച്ചോടിപ്പോയി പ്രണയിക്കുകയും അവരോടൊപ്പം ദാമ്പത്യ ബന്ധം നടത്തുകയും ചെയ്യുമ്പോൾ
ചെയ്യുമ്പോ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഓർക്കണേ പെങ്ങളെ, അകഫർതും ബഅദ ഈമാനികും, വിശ്വസിച്ചവളായിരുന്നു നീ, 19 വർഷം നീ വിശ്വസിച്ചവളാ, നീ സുബഹി നമസ്കരിച്ചവളാ, നീ നോമ്പെടുത്തവളാണ്, നീ ഖുർആൻ ഓതിയവളാണ്. ഒരു സുപ്രഭാതത്തിൽ, ഒരു ദുർബല നിമിഷത്തിൽ ഭൗതികമായ സുഖത്തിന് വേണ്ടി, കേവലം ഒരു രസത്തിന് വേണ്ടി, ഒരു ലൈംഗിക ചുവയ്ക്ക് വേണ്ടി ഇസ്ലാമിക ആദർശത്തെയും സ്വന്തം ഉപ്പയെയും ഉമ്മയെയും പണയപ്പെടുത്തിയില്ലേ പെങ്ങളെ? ഫദൂഖൂ, രുചിച്ചോ രുചിച്ചോ, ദുനിയാവിൽ നീ അവരുടെ ശാരീരികമായ സുഖം രുചിച്ചുകൊണ്ട് ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ ഈ നരകത്തിന്റെ തീച്ചൂളയിലെ ശിക്ഷകൾ രുചിക്കടേ. പരിശുദ്ധ ഖുർആൻ എന്റെ പൊന്നു പെങ്ങളെ നിന്നോടാണ് പറയുന്നത്. മരണമല്ല എന്ന് ഒരിക്കലും കരുതണ്ട, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് ധരിക്കണ്ട. തീർച്ച നിന്റെ മയ്യത്താരടി മണ്ണിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ച് 7 ചുവട്ടടി ജനങ്ങളൊന്ന് പിന്തിരിയട്ടെ. അവിടെ ഇതാ 2 ഭീകര രൂപങ്ങൾ നിന്നെ തേടിയെത്തുകയാണ് പെങ്ങളെ. അജ്ലസാക്കി ഐഖലാക്കി വസഅലാക്കി മൻ റബ്ബുകി വമാ ദീനുകി വഹാദാ റജുലു അല്ലദീ ബുഇസ ഫീകി. ബഹുമാനപ്പെട്ട പ്രവാചകൻ നമ്മളെ അറിയിച്ചു തരുന്നു, ഒരാളുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ച് എല്ലാവരും മണ്ണിട്ട് മൂടി മടങ്ങിപ്പോകുമ്പോ ഇതാ 2 രൂപം അവരുടെ അരികിലേക്ക് കടന്നു വരികയാ. ഉറങ്ങിക്കിടക്കുന്ന പെണ്ണേ, നിന്നെ ഇതാ തട്ടി ഉണർത്തുകയാ, എഴുന്നേൽപ്പിച്ചിരുത്തുകയാ. നിന്നോട് ചോദിക്കുന്നു മോളെ, മൻ റബ്ബുകി, ആരാണ് നിന്റെ റബ്ബ്? 19 വർഷം റബ്ബി അല്ലാ, 20 വർഷം റബ്ബി അല്ലാ എന്ന് വിളിച്ച നീയാണ് കേവലം നിന്റെ കാമുകന് വേണ്ടി ആദർശത്തെ പണയപ്പെടുത്തി ഇസ്ലാമിനെയും നിന്റെ മാതാപിതാക്കളെയും കൂട്ടുകുടുംബാദികളെയും തള്ളി പറഞ്ഞില്ലേ? നിന്നോട് മലക്ക് ചോദിക്കുമ്പോ ഫതഖൂൽ, അവൾ പറയുകയാ, ഹാ ഹാ ലാദിരി ലാദിരി, അറിയില്ല 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 അറിയില്ല. ഇതെന്താണ് സംഭവം? എനിക്കറിയില്ല. ലാദിരി, ആര് പറയുന്നു? 18-19 വർഷം ഇസ്ലാമിക ചൈതന്യത്തിൽ ജീവിച്ചവൾ ഒരു കാമുകന് വേണ്ടി ഇസ്ലാമിക തീരെഴുതി കൊടുത്ത്, പണ്ഡിതന്മാരെ അവഹേളിച്ച്, ഉലമാക്കളെ ആക്ഷേപിച്ച്, ഇസ്ലാമിക ശരീഅത്തിനെയും അവൾക്ക് ജീനം കൊടുത്ത, അന്നം കൊടുത്ത മാതാപിതാക്കളെ പോലെ തള്ളിപ്പറഞ്ഞവൾ, ഈ വൃത്തികെട്ടവളെ അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കും. വെറുതെ അല്ലാഹു വിടൂല. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ഇറക്കാൻ ഒരു ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ? കാരുണ്യത്തിന് വേണ്ടിയുള്ളത്. അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ഒരു ഉമ്മാന്റെ മയ്യത്തടക്കം ഒരു സഹോദരൻ ഉമ്മാനെ വേദനിപ്പിച്ചിട്ട് ആ സഹോദരനെ ഖബറടക്കപ്പെട്ടതിന് ശേഷം ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ജന്നത്തുൽ ബഖീയിലേക്ക് നടന്നു പോകുമ്പോ ഒരു ഖബറിൽ ഇതാ ശിക്ഷ ഹബീബായ തങ്ങൾ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കാണാം ഈ ശിക്ഷിക്കപ്പെടുന്നതല്ല കേട്ടോ. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതയാണ്. ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂർ കഫിത്നതി ദജ്ജാൽ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നത് കാണുകയാണ് സഹാബ. ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണല്ലോ, കാണുന്നത് കൊണ്ടാണല്ലോ നടന്നു പോകുന്ന സമയത്ത് ഒരു ഖബറിലേക്ക് പെട്ടെന്ന് ഒരു മടൽ ഓടിച്ചു വെച്ചത്. എന്താണെന്ന് സഹാബത്ത് ചോദിച്ചപ്പോ അവർ ഇന്നഹുമാ ലയുഅദ്ദബാൻ, ആ 2 ഖബറുകളിലും ശിക്ഷിക്കപ്പെടുകയാണ്. അവർ 2 പേരും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇന്റെ ഒരു ഖബറിന്റെ അരികിലേക്ക് നിൽക്കുമ്പോ ആ ഖബറിൽ നിന്നൊരു വിളി വരികയാണ്, അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ്.
ഒരു സംരക്ഷണം ലഭിക്കുമോ നബിയേ? ഒരു സഹായം ലഭിക്കുമോ നബിയേ? അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹ്തി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി. എന്റെ മുകളിലും തീയാണ് ഹബീബേ, എന്റെ താഴ്ഭാഗത്തും തീയാണ് നബിയേ, എന്റെ വലതും ഇടതും തീ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു നബിയേ. അൽ അമാൻ, ഒരു കാരുണ്യം ലഭിക്കുമോ നബിയേ? ഒരു കരുണ ലഭിക്കുമോ നബിയേ? ഒരു സംരക്ഷണം ലഭിക്കുമോ എന്ന് ആ ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി പോയി. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ആരുടെ മയ്യത്താണിത്? ഈ തറവാട്ടുകാരനുണ്ടോ? ഈ കുടുംബക്കാരനുണ്ടോ? സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിക്കുമ്പോ ഒരു വൃദ്ധയായ മാതാവിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ആ മാതാവ് ആ ഖബറിന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദി അവർകൾ ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇത് അങ്ങ് നിങ്ങളുടെ മകനാണോ ഈ ഉറക്കി ഖബറിൽ കിടക്കുന്നത്? അത് എന്റെ ഖുറത്തു ഐനി യാ റസൂലല്ലാഹ് വ വലദി വ സമറത്തു ഫുആദി. എന്റെ കരളിന്റെ കഷണമാണ്, എന്റെ കണ്ണിന്റെ കുളിർമയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ആ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായ പീഡനത്തിലാണ്, വല്ലാത്ത ദുഃഖത്തിലാണ്, വല്ലാത്ത ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, അല്ല മാതാവേ, എന്ത് തെറ്റാണ് ആ വ്യക്തി നിങ്ങളോട് ചെയ്തത്? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മാതാവ് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ മകനാണ്, പക്ഷേ അവൻ ഒരിക്കൽ മദ്യപിച്ചു വന്ന് എന്നെ കൈ അടിച്ചൊടിച്ചു നബിയേ. ആ സമയത്ത് വേദന കൊണ്ട് അവനെതിരെ ഞാനൊരു ദുആ ചെയ്തു പോയി. ലാ റളിയല്ലാഹു അൻകാ, മാതൃത്വ ഹൃദയത്തെ വേദനിപ്പിച്ച നിനക്ക് അല്ലാഹു പൊരുത്തം തരാതിരിക്കട്ടെ, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കാതിരിക്കട്ടെ, അല്ലാഹുവിന്റെ കരുണ നിനക്ക് നൽകാതിരിക്കട്ടെ. ഒരു ഉമ്മാന്റെ ദുആയാ, മനസ്സ് വെന്ത ദുആയാ, മനസ്സ് നോന്ത ദുആയാ. കോടതി വളപ്പിൽ ഉമ്മാന്റെ കാല് പിടിച്ച് ദുആ ചെയ്യണേ എന്ന് പഠിപ്പിച്ച ശരീഅത്തിന്റെ നേതാവിനെ തള്ളിപ്പറഞ്ഞിട്ടല്ലേ ഒരു മാതാവ് മകളുടെ കാല് പിടിക്കേണ്ട ഗതികേട്? മകളെ, ഈ ഉമ്മയെ വിട്ടു പോകല്ല മകളെ, ഈ ഉമ്മയെ വിട്ടു പോകല്ല മകളെ എന്ന് കാല് പിടിച്ച് കോടതി വളപ്പിൽ ഒരു ഉമ്മ പൊട്ടിക്കരയണമെങ്കിൽ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ഒരൊറ്റ പെണ്ണും ഒരൊറ്റ ആണും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഓർത്തോ, മലക്കുൽ മൗത്തിന്റെ വിളിയാളം നിന്നെ തേടിയെത്തുമ്പോ അന്ന് ഈ ഉമ്മാന്റെ കണ്ണുനീരിന്റെ വില നീ കാണുമെടി പെണ്ണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉമ്മാ, ഈ കബറാളിക്ക് പൊറുക്കണേ ഉമ്മാ, ഇർഹമീ തുർഹമീ. അവിടെയും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കരുണയാണ്, കരുണയാണ്. അല്ലാഹുവിന്റെ കാരുണ്യം വേണമോ ഉമ്മ? നിങ്ങൾ ഈ കുട്ടിയോട് കരുണ കാട്ടണേ, കരുണ കാട്ടണേ. മാതാവേ, നിങ്ങളുടെ കരുണ ഈ മയ്യത്തിനില്ല എങ്കിൽ അല്ലാഹു ആ മയ്യത്തിനോട് പൊറുക്കുകയേ ഇല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇർഹമീ തുർഹമീ. ഈ മകനോട് പൊറുക്കണേ ഉമ്മ, ഈ മകനോട് പൊറുക്കണേ ഉമ്മ, ഈ മകനോട് കരുണ കാട്ടണേ ഉമ്മ, എങ്കിൽ അല്ലാഹു നിങ്ങൾക്കും കരുണ ചെയ്യും ഉമ്മ.